ഏറെ നാളുകൾക്ക് ശേഷം ICC ഏകദിന റാങ്കിങ്ങിൽ ബാറ്റർമാരിൽ ഒന്നാമനായിരിക്കെയാണ് ഇന്ത്യൻ സൂപ്പർ താരമായ വിരാട് കോഹ്ലി. ന്യൂസിലാൻഡിനെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വിരാടിനെ എത്തിച്ചത്. കിവീസിനെതിരെ അർദ്ധ സെഞ്ചുറി കോഹ്ലി ആദ്യ ഏകദിനത്തിൽ നേടിയിരുന്നു. ഏകദിന റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ദിവസം ഒന്നാം റാങ്കിൽ തുടർന്ന താരമെന്ന റെക്കോർഡുള്ള കോഹ്ലി 4 വർഷത്തിന് ശേഷമാണ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തിരികെ എത്തുന്നത്. 785 പോയിന്റുമായി കോഹ്ലി റാങ്കിങ്ങിൽ ഒന്നാമനായി എത്തിയപ്പോൾ ഇന്ത്യൻ താരമായ രോഹിത് ശർമ്മ മൂന്നാം സ്ഥാനത്തേക്ക് വീണു. രണ്ടാം സ്ഥാനത്ത് ന്യൂസിലാൻഡ് താരമായ ഡാരിൻ മിച്ചറാണ് ഉള്ളത്. 784 പോയിന്റുമായി ഡാരിൻ മിച്ചർ രണ്ടാം റാങ്കിങ്ങിൽ നിൽക്കുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് 775 പോയിന്റാണ് ഉള്ളത്. ഇന്ത്യ ന്യൂസിലാൻഡ് രണ്ടാം ഏകദിന മത്സരം കൂടെ കഴിഞ്ഞതോടെ ന്യൂസിലാൻഡ് താരമായ ഡാരിൻ മിച്ചർ റാങ്കിങ്ങിൽ കോഹ്ലിക്ക് വെല്ലുവിളിയായിരിക്കുകയാണ്. ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള വിരാട് കോഹ്ലിയും രണ്ടാം സ്ഥാനത്തുള്ള ഡാരിൻ മിച്ചറും തമ്മിൽ 1 പോയിന്റ് വ്യത്യാസം മാത്രമാണുള്ളത്. ഇന്ത്യക്കെതിരെ നടന്ന രണ്ടാം ഏകദിന മത്സരത്തിൽ ഡാരിൻ മിച്ചർ സെഞ്ചുറി നേടിയിരുന്നു. ഇതോടെ താരം ICCയുടെ പുതിയ ഏകദിന റാങ്കിങ്ങിൽ വിരാട് കോഹ്ലിയെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് ഉറപ്പായി. ഇതോടെ 4 വർഷത്തിന് ശേഷം ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമനായ കോഹ്ലിയുടെ ഒന്നാം സ്ഥാനം മണിക്കൂറുകൾക്ക് ശേഷം നഷ്ടമായി എന്ന് പറയാം. ഇന്ത്യക്കെതിരെ നടന്ന ആദ്യ ഏകദിനത്തിൽ ഡാരിൻ മിച്ചർ 84 റൺസും വിരാട് കോഹ്ലി 93 റൺസും നേടിയപ്പോൾ രണ്ടാം ഏകദിനത്തിൽ വിരാട് കോഹ്ലി 23 റൺസിന് പുറത്തായപ്പോൾ ഡാരിൻ മിച്ചർ പുറത്താകാതെ 131 റൺസ് നേടി.